മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചൊരു വാചകം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിന റമളാൻ. ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറാളികളോടെങ്ങാനും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് അവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, അവർക്കതിനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ അവർ പറയുക യൗമൻ മിനർ റമളാൻ, റമളാൻ മാസത്തിലെ ഒരു ദിവസമെങ്കിലും ജീവിക്കുവാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നാണ്. സഹോദരന്മാരെ, അവർക്ക് ലഭിക്കാത്ത നമുക്ക് ലഭിച്ചു. ഇതിന് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയണം. ആ നന്ദി കർമ്മങ്ങളിലൂടെയാണ്. സഹോദരങ്ങളെ, ഇതുപോലത്തെ റമളാനിനെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ കിട്ടാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബിഉ താബിഈങ്ങൾ എല്ലാം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും നമ്മൾ കേട്ടു 6 മാസം മുൻപായി. അങ്ങനെ അവർ കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന ആ ഒരു റമളാൻ തങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണോ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചത്, അത് തന്നെയാണ് അവരുടെ പിൻഗാമികളായ നമുക്കും ശ്രദ്ധിക്കുവാനുള്ളത്. അവർ പോയ സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അവരെക്കാൾ വലിയൊരു വഴികാട്ടി നമുക്കാരുമില്ല. അവരെക്കാൾ വലിയൊരു മാതൃക ലോകത്താരും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. വിശ്വാസികൾ മാതൃക സ്വീകരിക്കേണ്ടത് മുൻഗാമികളെയാണെന്നാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കന്മാർ സ്വർഗം ശരിക്ക് ഹൃത്തടത്തിലേക്ക് എടുത്തു വെച്ച് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും ഓരോ നിമിഷവും സ്വർഗത്തെ കിനാവ് കണ്ട് താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പേടിച്ച് ദുആ ചെയ്ത് ജീവിതത്തെ ക്രമപ്പെടുത്തിയ മഹാനുഭാവന്മാർ അവരുടെ ജീവിതത്തിൽ റമളാൻ വന്നെത്തിയപ്പോൾ അവർ എങ്ങനെ ക്രമീകരിച്ചു? അങ്ങനെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പിന്നെ റമളാൻ എന്ന് പറഞ്ഞാൽ അത് കേവലം നോമ്പിനുള്ളത് മാത്രമല്ല. നോമ്പിന്റെ മഹത്തായ ഫളലുകൾ കഴിഞ്ഞൊരു ഖുതുബയിൽ നമ്മൾ കേട്ടു. എന്നാൽ കേവലം നോമ്പിൻ മാത്രമുള്ളതാണ് റമളാൻ ഒരിക്കലുമല്ല. അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ജഅല ശഹ്റ റമളാന മിൽമാറൻ ലിഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിനെ തന്റെ അടിയാന്മാർക്ക് നിശ്ചയിക്കുന്നത് ഒരു ഓഫർ സീസൺ ആയിക്കൊണ്ടാണ്, അല്ല എങ്കിൽ ഒരു മത്സരത്തിന്റെ വേദിയായിട്ടാണ്. ഒരു പന്തയം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് അതായിക്കൊണ്ടാണ്. പല ആളുകൾക്കും അതൊരു പന്തയം തന്നെയാണ്. പക്ഷെ പല ആളുകൾക്കുമുള്ള പന്തയം അത് മാർക്കറ്റിലും തങ്ങളുടെ കച്ചവട മേഖലയിൽ ബാക്കിയുള്ള മാസത്തേക്കാൾ ഏറെ ദുനിയാവ് വാരിക്കൂട്ടുവാനുള്ള അവസരമായി പല ആളുകളും റമളാനിനെ സ്വീകരിക്കുന്നതാണ് സത്യം. ആ പന്തയത്തെ കുറിച്ചല്ല അവർ പറഞ്ഞത്. യസ്തബിഖൂന ഫീഹി ബിതഅതിഹി ഇലാ മർളാതിഹി. ഈ മത്സരം, ഈ പന്തയം പടച്ചോൻ നിശ്ചയിച്ചിട്ടുള്ളത് ഭൗതിക വരുമാനങ്ങളുടെ ആധിക്യത്തിനല്ല, നന്മ ചെയ്ത് അള്ളാന്റെ തൃപ്തിയിലേക്കുള്ള കുതിച്ചോട്ടമാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സമയവും നന്മയിൽ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുൻഗാമികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന മാസമാണ്. ഈ റമളാനിലാണ് റഹ്മാനായ റബ്ബ് നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻകാല സമൂഹങ്ങൾക്ക് ആർക്കൊക്കെ വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടോ അതിനു വേണ്ടി സ്വീകരിച്ചതും സെലക്ട് ചെയ്തതുമായ മാസമാണ് റമളാൻ. ആ ഖുർആനാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. സ്വർഗത്തിന് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആൻ നമുക്ക് അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നാം നമ്മുടെ ജീവിതത്തിലേക്ക് തുന്നിച്ചേർത്ത നന്മകളുടെ എല്ലാ ഉറവിടം അത് വിശുദ്ധ ഖുർആനാണ്. അങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് കിട്ടിയതിനുള്ള നന്ദിയാണ് ഈ പെടാപ്പാടെല്ലാം. അതുകൊണ്ട് ആ ഖുർആനിനെ നെഞ്ചകത്തേക്ക് ചേർത്ത് വെക്കലായിരുന്നു നമ്മുടെ മുൻഗാമികൾ ആദ്യമായി ചെയ്തത്. അവരെ കുറിച്ച് പറയാറുണ്ട്, ഗാനു യഅ്തബിറൂന റമളാന മദ്റസതൻ ലിൽ ഖുർആൻ വതിലാവതൻ വസ്തിമാഅൻ വഫഹ്മൻ വതദബ്ബുറൻ വഅമല. മുൻഗാമികളെ കുറിച്ച് പറയാണ്, അവർ റമളാനിനെ കണ്ടത് വിശുദ്ധ ഖുർആനിനെ തലനാരിഴ കീറി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മദ്രസയായിട്ടാണ് എന്നാണ്. മദ്രസയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്നതുപോലെ ഖുർആനിന്റെ ഒരു മദ്രസയായിക്കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ റമളാനിനെ കണ്ടത്. സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ നമുക്ക് ഓതണമെങ്കിൽ ഇപ്പോൾ എത്ര ഓതി തീർന്നിരിക്കണം? ഒരു 30 ദിവസം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഒരു ജുസ് ഒരു ദിവസം പാരായണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് 3 കഴിഞ്ഞ് 4 എത്തുമ്പോൾ ഒരു 3.5 ജുസ് പൂർത്തിയാകേണ്ട സമയമായി. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ഖുർആനിനെ സ്വീകരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ശരിക്ക് അത്ഭുതപ്പെട്ടു പോകും. എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, മഹാൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 60 തവണയാണ് ഖതം തീർത്തത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 30 തവണയാണ് ഖതം തീർത്തത്.
ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി 10 തവണയാണ് ഖത്ം തീർത്തത്. അതിന് താഴോട്ട് വന്നവർ ചുരുക്കമാണ്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇദാ ദഖല റമളാന തറക ജമീഅൽ അഅ്മാൽ വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. അദ്ദേഹം റമളാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏർപ്പാടും മാറ്റിവെച്ച് ഖുർആനിലേക്ക് മുന്നിട്ട് വരുമെന്നാണ്. നമുക്ക് അത്രയൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും മിനിമം ഒരു തവണയെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു തവണയെങ്കിലും നമുക്ക് ഈ ഇത്രയേറെ സൗകര്യങ്ങളും എല്ലാം കിട്ടി റമളാനിൽ ആ ഒരു കൂറ് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചിരിക്കുന്നവരാണെന്ന് പറയുന്ന വാക്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് എരിഞ്ഞവരുമെന്നതല്ലാതെ അതിനൊരു യോഗ്യത നമുക്കുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. ഇന്നലെ ഒരു പള്ളിയിൽ അവിചാരിതമായി കൊണ്ട് കയറി ചെന്നപ്പോൾ ഒരു സുഹൃത്ത് അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യാം. ആ പള്ളിയുടെ മുൻപിൽ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോഴൊന്നും തോന്നിയില്ല. പിന്നെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ റമളാനായി കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പതിവ് പ്രവർത്തനം ഇതാണ്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അത് സ്റ്റാൻഡിൽ ആ വണ്ടി കൊണ്ടുപോയിടാറില്ല, പള്ളിയുടെ മുമ്പിൽ പാർക്ക് ചെയ്ത് പള്ളിയിൽ കയറി ഓതിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഓട്ടം വല്ല കോളിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കി സമയം മുഴുവനും സ്റ്റാൻഡിലിട്ട് കഴിഞ്ഞാൽ ഒന്നുമാകില്ല എന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ അധിക സമയവും പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി അതിൽ തന്നെയും വിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി കൊണ്ട് നടന്നു നീങ്ങുന്ന ആളെ സഹോദര നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കാണാം. നമുക്കിടയിൽ ജീവിക്കുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന ആത്മാർത്ഥമായ ചിന്ത തുടക്കത്തിലേ ഉണ്ടായെങ്കിലേ ബാക്കിയുള്ള ദിവസങ്ങളെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. റമളാനിൽ ഖുർആനിനോട് കൂറ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോൾ ഖുർആനിനോടെങ്കിലും കൂറ് പുലർത്തിയിട്ടില്ല എങ്കിൽ പിന്നെ റമളാൻ കിട്ടിയത് കൊണ്ട് എന്ത് കാര്യം സുഹൃത്തേ? അതുകൊണ്ട് നോമ്പിന് മാത്രമുള്ളതല്ല റമളാൻ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പാരായണം മാത്രമാണോ? ഒരിക്കലുമല്ല. അത് പാരായണം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും, ഒരു പക്ഷേ അവർക്കത് കേൾക്കാൻ കഴിയണം. കേൾക്കുക മാത്രമല്ല അതിന്റെ പഠനവും നടക്കണം. ഖുർആൻ ഒരുപാട് തവണ ഓതി എന്നതുകൊണ്ട് നമുക്ക് കൂലിയുണ്ടതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒരു വഴികാട്ടിയാണ് ഖുർആൻ എന്ന ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ കിട്ടുക? അതിന് പഠിക്കാൻ നമുക്ക് കഴിയും. ഖുർആനിന്റെ മനോഹരമായ ആയത്തിന്റെ തീരത്തണയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അള്ളാഹു നമുക്ക് എല്ലാം ചെയ്തെന്ന റഹ്മാനായ റബ്ബ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഒരു ചെറിയൊരു ടാർഗറ്റെങ്കിലും നമുക്ക് വേണം. 2 സൂറത്തെങ്കിലും ഈ വിശുദ്ധ റമളാൻ കഴിഞ്ഞു പോകുമ്പോഴേക്കും അതിന്റെ മലയാളത്തിലുള്ള പരിഭാഷയെങ്കിലും ഒന്ന് വായിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയണ്ടേ? സൂറത്തുൽ ഖസസും നംലും ഒരു സിലബസായി നമ്മൾ സ്വീകരിച്ച ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ഒരു ചെറിയൊരു എക്സാം ഒക്കെ വെച്ച് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വിശദീകരിക്കുന്ന ക്ലാസുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉപയോഗപ്പെടുത്താനായോ പ്രിയപ്പെട്ടവരെ? ഒരു ദിവസം ഒരു 10 മിനിറ്റ് മാറ്റിവെച്ചാൽ ഈ മാസം 30 ആകുമ്പോഴേക്കും നമുക്ക് 2 സൂറത്ത് പൂർത്തീകരിക്കാൻ കഴിയും. 2 സൂറത്തെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയും. റബ്ബിനോട് അതെങ്കിലും പറയാൻ പടച്ചോനെ തിരക്കുണ്ടായിരുന്നു, എന്നാലും ഇത്രയൊക്കെ സമയം ഞാൻ നിന്റെ കലാമ് അള്ളാന്റെ സംസാരമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സംസാരമാണ്. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അത് ഖുർആൻ ഓതുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ വാചകങ്ങളാണ് ഞാൻ ഉരുവിടുന്ന ഒരു ബോധത്തോടു കൂടെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, നമ്മുടെ മുൻഗാമികൾ രാപ്പകൽ ഭേദമെന്നേ അവർ വിശുദ്ധ ഖുർആനിന്റെ പിന്നാലെയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തവണ പൂർത്തീകരിച്ചാൽ ഏകദേശം ഒരു ഹർഫിന്, ഒരു അക്ഷരത്തിന് 10 കൂലി മിനിമം ലഭിക്കുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷത്തോളം അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ 30 ലക്ഷത്തോളം നന്മകളാണ് ഒരു ഖത്ം തീർത്താൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൽ നല്ലൊരു അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നാണ് ആദ്യമായി എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം, റമളാനിനെ മുതലാക്കുവാൻ നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരമാണ്. അവരുടെ രാത്രി നമസ്കാരവും നമ്മുടെ രാത്രി നമസ്കാരവും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പോലും നമുക്ക് കഴിയില്ല. ഇന്നത്തെ നമ്മുടെ തറാവീഹും അവരുടെ തറാവീഹും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ പോലും നമുക്ക് കഴിയില്ല. അവർ 100 കണക്കിന് ആയത്തുകളാണ് ഒരു റക്അത്തിൽ തന്നെ ഓതിയത്. 5 ജുസ് വരെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന നിപ്പിൽ പാരായണം ചെയ്തു. തന്റെ പിറകിൽ നമസ്കരിച്ച സൗദ ബിൻത് സംആ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ മൂക്കിൽ നിന്ന് രക്തം വരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. 5 ജുസ് പാരായണം ചെയ്യുന്ന അത്രയും സുദീർഘമായ റുകൂഅ്, സുദീർഘമായ സുജൂദ്, സുദീർഘമായ ഇഅ്തിദാലിന്റെ അകമ്പടിയോടെ കൂടെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുത്തത്. അവർക്ക് ശേഷം വന്ന സ്വഹാബത്തും ഒരിക്കലും പിന്നിലായില്ല. 100 വയസ്സ് പോലും പിന്നിട്ട പല സ്വഹാബത്തും ഇമാമായിക്കൊണ്ട് നിസ്കരിച്ചു. മുൻഗാമികൾ ഇമാമത്തായി നിസ്കരിച്ചു. 100 പിന്നിട്ട ഒരാൾ ഒരു തറാവീഹിന്, സുദീർഘമായ തറാവീഹിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ.
അല്ലെ? 200 കണക്കിന് ആയത്തുകൾ അവർ ഓതിയിരുന്നു എന്നതാണ്. ആ സ്ഥാനത്താണ് ആകെ മൊത്തം ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ എല്ലാം പാടും നമ്മുടെ നാട്ടിൽ നമസ്കാരം. അതെങ്കിലും ഒന്ന് ആസ്വദിച്ച് നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയാറുണ്ട്. ഒരു 10 മിനിറ്റ് 2 റക്അത്ത് പൂർത്തീകരിക്കാൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ഇറിറ്റേഷൻ എത്രയാണ്, നമ്മളാകെ അസ്വസ്ഥരാകുന്നുണ്ടോ? ഓരോ റക്അത്ത് കഴിയുമ്പോഴും ഒരു സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടോ? അതാണ് കഴിഞ്ഞു കിട്ടി, ഇനി എത്രയും പെട്ടെന്ന് വീടാണ്. സഹോദര, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അകലുകയാണെന്ന ബോധമല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത്? ആ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് സർവ്വതും മറന്ന് റഹ്മാനായ റബ്ബിന്റെ അരികിലേക്കൊന്ന് ചാരത്തണയാൻ നമുക്ക് കഴിയാറുണ്ട്. തറാവീഹ് എത്രത്തോളം ആസ്വദിക്കാൻ പറയുന്നു എനിക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ട്. എണ്ണത്തിലല്ല കാര്യം, വണ്ണത്തിലാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിന്റെ എണ്ണം മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. നമ്മുടെ ഉമ്മയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് റമളാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. ആ ഒരു 11 ആയിരുന്നു. നമ്മൾ അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിർവഹിക്കുന്നത് 1 മണിക്കൂറാണെങ്കിൽ അതൊന്ന് മനസ്സിൽ തട്ടി ചെയ്യാൻ നമുക്ക് കഴിയണമെന്നാണ് രണ്ടാമതായിക്കൊണ്ട് റമളാനിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ളത്. ഒന്ന് നോമ്പാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം രാത്രി നമസ്കാരമാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ. അതുണ്ടോ നമ്മൾ ആലോചിക്കണം. നല്ല വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയാറുണ്ട്. എങ്കിൽ നമ്മുടെ മുൻകാല പാപങ്ങൾക്ക് അതൊരു പരിഹാരമാണെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ റമളാൻ മാസത്തിൽ ഒരു പക്ഷേ ഈ അശുദ്ധിയായിട്ടുള്ള സഹോദരിമാർക്ക് പോലും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഖുർആന്റെ പാരായണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നത് സത്യം നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായി കൊണ്ട് പറയാനുള്ളത്, നമ്മുടെ മുൻഗാമികൾ കഴിയുന്നത്ര സ്വതക്കകൾ കൊടുത്തു എന്നതാണ്. എത്രയാണോ അവർക്ക് കഴിയുന്നത് അത്ര. അവിടെ ഒരു 5 അക്കമെന്ന് 3 അക്കെന്ന് 4 അക്കമൊന്നും ഇല്ല. ഉള്ളത് മനസ്സ് തട്ടി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അത് കഴിയുന്നത്ര രഹസ്യമാക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ മുമ്പിലൂടെ വരുന്ന, ദിനേന വന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പിലൊക്കെ വരുന്ന സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള എത്രയോ ദയനീയമായ മുഖങ്ങളെ നമ്മൾ കാണുമ്പോൾ അതങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോലും മടിക്കാതെ അങ്ങോട്ട് മാറ്റിക്കളയുന്ന പകരം ധൈര്യമായിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. 1 രൂപയെങ്കിലും കൊടുക്കാനുണ്ടോ? അത് ബിസ്മിൻ ചൊല്ലി കൊടുക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയത് 1 രൂപയാണ്, പക്ഷെ റഹ്മാനായ റബ്ബിന്റെ അരികിലുള്ള നമ്മുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, അവിടെ ചേരുന്ന 1 രൂപയായിട്ടല്ല, പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് സ്വതക്ക ശീലമാക്കാൻ ഈ ദിനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ ആ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒന്നും വാരിക്കൂട്ടാത്ത അള്ളാന്റെ റസൂലിനെ കുറിച്ചാ പറഞ്ഞത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി. അള്ളാന്റെ റസൂലായിരുന്നു ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാരണം ഉള്ളത് പെറുക്കി കൊടുത്തതാണ്. ഉള്ളതിൽ നിന്നും കൊടുക്കാനുള്ള വിശാലമായ മനസ്സ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണിക്കണം. സ്വതക്ക ഒരിക്കലും നമ്മുടെ മൂലധനത്തെ കുറക്കുകയില്ല. ഈ സ്വതക്കൊക്കെ കൊടുത്തിട്ട് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന്റെ ബർക്കത്ത് ശരിക്കും ബോധ്യപ്പെട്ട ചില ആളുകളുണ്ട്. അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ എന്താണെന്നറിയോ? വീണ്ടും വീണ്ടും സ്വതക്ക കൊടുക്കാനാണ്. എത്രയോ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ഒരേ ആളുകളെ നമ്മൾ സമീപിക്കുമ്പോഴും ഒരു നേരം പോലും അവരുടെ മുഖമൊന്നും ചുളിയാതെ ഉള്ളതെന്തോ അതെടുത്തു തരുന്നുണ്ട്. നമ്മളെ ബോധ്യപ്പെടുത്താനല്ല, അവരുടെ മനസ്സിലറിയാം, കൊടുത്താൽ അത് കിട്ടും, കൊടുത്താൽ അത് വളരും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സുഹൃത്തിന്റെ സഹോദരനെ സഹായിക്കാനുള്ള കാലമത്രയും നമ്മളെ സഹായിക്കുവാൻ അല്ലാഹു ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രംഗത്തൊരു പിശുക്ക് നമുക്കൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചത് സമയത്തെയായിരുന്നു. ടൈം പാസ് എന്നൊരു പോയിന്റ് അവരുടെ 7 അയലത്തുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അവരെ കുറിച്ച് മഹാനായ താബിഈ വര്യൻ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, സ്വഹാബത്തിന് ശരിക്ക് ചൂടും ചൂരും അറിഞ്ഞ ഹസൻ അൽ ബസ്രി എന്ന് പറയുന്ന താബിഈ വര്യൻ രേഖപ്പെടുത്തി വെച്ചൊരു വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയും, അദ്റഖതു അഖ്വാമൻ, ഒരു ടീമിനെ ഞാൻ കണ്ടു. സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പ്രത്യേകം എന്താണെന്നറിയോ? കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹീമികും വദനാനീരികും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ദിർഹമിനോടും നിങ്ങൾക്ക് നിങ്ങളുടെ ദീനാറുകളോടും നിങ്ങൾ കാണിക്കുന്ന ഭ്രമത്തെക്കാൾ ഏറെ ഭ്രമം അവർ കാണിച്ചിരുന്നത് അവർക്ക് നൽകപ്പെട്ട സമയത്തിലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് സമയത്തെക്കുറിച്ചൊരു കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാകും. എപ്പോൾ എണീക്കണം? അത്താഴത്തിന് എണീക്കുന്ന ഏത് സമയത്തായിരിക്കണം? ഏത് സമയത്തിന്റെ അത്താഴം കഴിയണം? അതിനിടയിലുള്ള ഗ്യാപ്പ് ഞാൻ എന്തിനു വേണ്ടി വിനിയോഗിക്കണം?
എത്ര സമയത്തിനുള്ളിൽ ഞാൻ എന്റെ പള്ളിയിലേക്ക് എത്തണം, അതിന് മുൻപുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, അതിനുശേഷമുള്ള സമയം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എനിക്കൊരു സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് എനിക്ക് പോരാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിനുശേഷമുള്ള സമയം റെസ്റ്റ് എടുക്കേണ്ട എന്നല്ല, പക്ഷെ റെസ്റ്റിന് മാത്രമാണോ നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കണം. നമ്മുടെ നന്മകൾ ചേർത്ത് വെക്കപ്പെടുന്ന സമയം ഉണ്ടാക്കണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. എങ്ങനെയെങ്കിലും ഈ പകൽ അങ്ങോട്ട് ഉന്തി വിട്ടത് കൊണ്ട് ഒന്നും കിട്ടൂല സുഹൃത്തെ. അതുകൊണ്ട് മുൻകാമികൾ ശ്രദ്ധിച്ചത് തന്റെ ജീവിതത്തിൽ നിന്നും വീണു പോകുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും അത് നന്മയിൽ കോർത്തിണക്കിയതാണെന്ന ബോധം അവർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് അദ്കാറുകൾ തന്നെയായിരുന്നു. ചെറിയ ചെറിയ അധ്വാനങ്ങളെ കൊണ്ട് വലിയ വലിയ നന്മകൾ നേടിയെടുക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ദിക്റുകൾ, ദുആകൾ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. മുൻഗാമികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ പല ആളുകളും പറയാണ്, എന്റെ ഉപ്പ 300 ചില്ലാന റക്അത്ത് ഫർളുകൾക്കും റവാത്തികൾക്കൊക്കെ പുറമെ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമുക്കൊക്കെ ആലോചിക്കാൻ പോലും പറ്റും. 12 മുട്ടിക്കാൻ നമ്മൾ പെടാപ്പാടപ്പെടുന്ന നമുക്കറിയാം. അതിന് പുറമെ ബാക്കിയുള്ള നമസ്കാരങ്ങളെ കൊണ്ട് ബാക്കിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അത്രയേറെ അധ്വാനിക്കാൻ അവർക്ക് പരിശ്രമിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഒക്കെ ഒരു ചെറിയ അംശമെങ്കിലും അവരുടെ പിൻഗാമികളാണ് നമ്മളെന്ന് പറയുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പഠിച്ചെടുത്ത ദിക്റുകൾ കഴിവിന്റെ പരമാവധി സമയങ്ങളിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പണിയെടുക്കുന്ന അടുക്കളയിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ പറ്റും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദാവിന് വളരെ ലോലമാണ്, എന്നാൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. വസഖീലതാനി ഫിൽ മീസാൻ, നന്മയുടെ തുലാസിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന അമലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗ്ഗത്തിലെ നിധിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മുതൽ മുടക്കുമില്ലാതെ ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എമ്പാട് നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്ന വിഭവങ്ങളെ കുറിച്ച് ഒരു അശ്രദ്ധ പ്രിയപ്പെട്ടവരെ ഈ റമളാനിലും ഉണ്ടായാൽ ഇനി എപ്പോഴാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം? ഇനി എപ്പോഴാണ് നമ്മളൊക്കെ ദീനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും കൊണ്ട് നടന്ന് ഇതിന്റെ ഒക്കെ ഒരു ലദ്ദത്ത്, ഒരു ആസ്വാദനം, ഒരു മാധുര്യം അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മളെ തിരിഞ്ഞു നോക്കുക. 3 ദിവസത്തെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ എവിടെ എത്തി ഞാൻ എന്നൊരു കൃത്യമായ ധാരണയോടുകൂടെ ശിഷ്ടകാല റമളാനിലെ രാപ്പകലുകളെ എങ്കിലും ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുവാൻ സലഫുകൾ ക്രമീകരിച്ചതുപോലെ ഓരോ നിമിഷത്തെയും ക്രമീകരിച്ച് നന്മയുടെ ഉത്തുംഗതയിലെത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബിൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്മകളെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. ഒരുപാട് നന്മകൾ നമുക്കറിയാം. പക്ഷെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ട് എന്നതാണ് ശ്രദ്ധ. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണമെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ? ആരുമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ രംഗത്തും നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നത് കൃത്യമായി കൊണ്ട് അറിയുന്നവരാണ് പലപ്പോഴും നമ്മൾ. പക്ഷേ എത്ര കണ്ട് ജീവിതത്തിൽ അതിങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്തെങ്കിലും തോറ്റുപോവുകയാണ് പതിവ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിന്റെ ഒരു സഹായത്തിന്റെ കുറവ് അവിടെയുണ്ട്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, തഅമ്മൽതു അൻഫഅദ് ദുആ, ഒരു അടിമയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഫഇദാ ഹുവ സുആലുൽ ഔനി അലാ മർളാതിഹി, അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ അതേപോലെ തന്നെ ഇബാദത്തൊക്കെ ചെയ്യാൻ അല്ലാഹ് തന്നെ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉപകാരപ്രദമായ പ്രാർത്ഥന. റഹ്മാനായ റബ്ബ് ഒരു ഓർമ്മ തന്നെങ്കിൽ അപ്പോഴേ നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാന്റെ സഹായം ഇല്ലാതെ ഒരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല സഹോദര, കഴിയില്ല. എന്നിട്ട് ആ പ്രാർത്ഥന എവിടെയാണെന്ന് അദ്ദേഹം പിന്നെ ചിന്തിച്ചു നോക്കി. അങ്ങനെ ഫറഅയ്തുഹു ഫീ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ ആ പ്രാർത്ഥന കണ്ടു. ഏതാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് മാത്രം, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ. ഇപ്പൊ ഇബാദത്ത് പറഞ്ഞ ഉടനെ സഹായം കൂടി എന്തിനു ചോദിച്ചു എന്ന ചർച്ചയിൽ നിന്നാണ് അദ്ദേഹം ഈ പോയിന്റിലേക്ക് എത്തുന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഘനഗംഭീരമായ ഒരു വസിയത്തുണ്ട്. വസീഖ യാ മുആദ്, മുആദേ, നിന്നോട് ഞാൻ വസിയത്ത് നൽകുകയാണ്. നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
എന്റെ ഇഷ്ടം ലഭിച്ചവനാണ്. അതുകൊണ്ട് എനിക്ക് നിനക്കൊരു വസിയത്ത് നൽകാനുണ്ട്. മുആദിനാണ് ആ വസിയത്ത് കൊടുത്തതെങ്കിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തിലൂടെ നമുക്ക് കൂടെ അത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ. മുആദേ, നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ സലാം വീട്ടിന് തൊട്ട് മുൻപെന്നാണ് മുഫസ്സിറുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. സലാം വീട്ടുന്ന തൊട്ട് മുൻപ്, അത് മറന്നു കഴിഞ്ഞാൽ സലാം വീട്ടിയതിനു ശേഷം അൻതഖൂൽ, ഇങ്ങനെ പറയാൻ നീ ഒരിക്കലും മറക്കരുത്. എങ്ങനെ പറയാൻ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണം കേട്ടോ. പടച്ചോനെ നീ സഹായിച്ചെങ്കിലേ ഇതൊക്കെ നടക്കൂ. എന്തിനാ സഹായിക്കുന്നത്? അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ. പടച്ചോനെ, നിന്നെ പറ്റി ചിന്തിച്ചെന്റെ മനസ്സിൽ എപ്പോഴും നിന്നെപ്പറ്റി ചിന്ത ഉണ്ടാക്കി തരാൻ നീ എന്നെ സഹായിക്കണം. അതേപോലെ തന്നെ ദിക്റുകൾ സദാസമയങ്ങളിൽ ഓർമ്മ വരാൻ നീ എന്നെ സഹായിക്കണം. പടച്ചോനൊരു മറവിട്ട് തന്ന കെടിഞ്ഞുകൂട്ടത്. റഹ്മാനായ റബ്ബിന്റെ സഹായം ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കൂല. എത്ര റമദാൻ കിട്ടിയിട്ടും കാര്യമില്ല. അതിനെ നമ്മുടെ മുൻഗാമികളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയത് 10 വട്ടം നമ്മൾ കേട്ടിട്ടും കാര്യമില്ല. അള്ളാന്റെ തൗഫീഖ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഹയാത്തായി കിട്ടില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ? കേൾക്കലും പ്രധാനപ്പെട്ടതാണ്, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും പ്രധാനപ്പെട്ടതാണ്. അതിനെന്ത് വേണം? അതിന് അള്ളാന്റെ സഹായം വേണം. അള്ളാന്റെ സഹായം എങ്ങനെ കിട്ടുക? ഇത്തരം പ്രാർത്ഥനകളിലൂടെയാണ് കിട്ടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ നമ്മൾ ശീലമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, എത്രയോ തവണ ഈ മിമ്പറിൽ നിന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, പടച്ചോനെ ഞാൻ നിനക്ക് നിർവഹിക്കുന്ന ഇബാദത്തുകളുണ്ടല്ലോ അത് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും മനോഹരമായി കേടുപാടുകളൊന്നുമില്ലാതെ റാഹത്തായ രൂപത്തിൽ പരലോകത്ത് പരിപൂർണമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും നന്നായി നിർവഹിക്കുവാനുള്ള തൗഫീഖ് എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല, നിന്നോട് മാത്രം എനിക്ക് ചോദിക്കാനുള്ളൂ. പടച്ചോനെ, അതിന് നീ എന്നെ സഹായിക്കണേ എന്നതാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ മറക്കാതിരുന്നാൽ വല്ലാത്തൊരു തൗഫീഖ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ പ്രാർത്ഥന മറന്നാൽ അതിന് മറവുറവ് നമ്മൾ ചിന്തിക്കുക, തൗഫീഖ് ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ അടിസ്ഥാന തത്വമാണ്, നമ്മുടെ മനസ്സിൽ കയറ്റിവെക്കേണ്ടതാണ്. ഖുതുബൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പല പ്രതിജ്ഞകളും നമ്മുടെ മനസ്സിൽ ഉയരും. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇത് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ശൈത്വാന്റെ വലയമാകുന്ന ദുനിയാവിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴും ഇത് കേട്ടതുപോലെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അള്ളാന്റെ ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ വരുമ്പോൾ അത് നമസ്കരിക്കാൻ തന്നെയാണ് വരുന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ഇത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നേടിയെടുക്കാനുള്ള അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു തുടക്കം ഈ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് നേടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ, മുൻഗാമികൾ ഉപയോഗപ്പെടുത്തിയതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള എല്ലാവിധ തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. പരിപൂർണാർത്ഥത്തിൽ ഈ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരിൽ അല്ലാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.